അപ്പോൾ നമ്മൾ BA6 ചേസിൽ പ്രകാശിൻ്റെ പുതിയ മോഡൽ ബോഡിയായ സെഡസ്റ്ററെ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബസ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടൊക്കെ വരയ്ക്കണം. എല്ലാവരും മിനിയേച്ചറൊക്കെ ചെയ്യുമ്പോൾ ഫോം ബോർഡാണ് യൂസ് ചെയ്യാറ്. ഞാൻ അപ്പോൾ ഇവിടെ ഫോം ബോർഡ് ഇല്ലാത്തതുകൊണ്ട് കാർഡ് ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബുക്കിൻ്റെ കാർഡ് ബോർഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു 4 ഒരുമിച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോം ഷീറ്റിൻ്റെ ഒരു ലുക്ക് കിട്ടും. നമ്മൾ ബസ്സിൻ്റെ മോഡലിൽ വരച്ചിട്ട് നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യേണ്ട ഭാഗത്തൊക്കെ നമ്മൾ ചെറിയൊരു ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ബോഡി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോഡീൻ്റെ അവിടെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെ ഒക്കെ അവിടെയൊക്കെ ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫോറക് ഷീറ്റാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ എമർജൻസി എക്സിറ്റിൻ്റെ ഡോറ്. അവിടെ ശ്രദ്ധിക്കുക, കുറച്ച് കട്ടി കൂടിയതാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം. നമ്മൾ സീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് സീറ്റിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സീറ്റ് വയ്ക്കുക. ഇതിൻ്റെ ഇവിടെ നമ്മൾ 3 വശത്തും ഏകദേശം ഒരു 5 mm നമ്മൾ ലെങ്ത്തിൽ ഒരു 3 വശത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 വശത്തും കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഏകദേശം റൈറ്റ് സൈഡിലാണ് നമുക്ക് ആ സാധനം വെക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് അതിന് ശേഷം ഫിക്സ് ചെയ്യണം. ഈ ഭാഗത്ത് നമ്മൾ ചെറിയൊരു കട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഡോറിൻ്റെ ഭാഗത്തായിട്ട് ആണ് ആ കട്ട്. അവിടെയാണ് നമ്മളുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരിക, എയർ ഡോറും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഇത് ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് 2 സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ബോഡിയിൽ ഫിക്സ് ചെയ്യണം. ആ ലൈന് കറക്റ്റാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വണ്ടീൻ്റെ ലുക്കുള്ളത്. 2 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാബിൻ ചെയ്യാം. ക്യാബിനിൽ ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് സ്കെച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ സ്കെച്ച് എടുക്കുക. അതിനുശേഷം ഞാൻ വരച്ച ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ മുന്നിലുള്ള ലുക്കാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ലുക്കൊക്കെ ആയിരിക്കും. അതിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് ഗ്ലാസ് ഇറക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് നമുക്ക് ഗ്ലാസ് ഇറക്കി വെക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ 2 സൈഡിലും ജസ്റ്റ് കർവ് രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു സിൽവർ പേപ്പറോ പെയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ സിൽവർ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാം.
പെയിൻ്റ് അടിച്ചാൽ അത്രയ്ക്ക് പെർഫെക്ഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ ഒരു ലൈനിലാണ് നമ്മളുടെ ക്യാബിൻ്റെ ഇത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ക്യാബിനൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ലുക്ക്. നമ്മൾ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിരുന്നു, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി. അപ്പോൾ നമ്മൾ അവിടെ വൈറ്റ് പെയിൻ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്. 2 സൈഡിലും അടിച്ചിരുന്നു, പക്ഷേ ഫ്ലോപ്പായി. ഉള്ളിലും നമ്മൾ അടിച്ചിരുന്നു, അപ്പോൾ അതും ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അടിയിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു സിൽവർ ഇതെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ക്രോസ് ഇട്ടിട്ടുണ്ട്. അതൊരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ക്രോസ് ഇട്ടതിന് ശേഷം ഫിക്സ് ചെയ്യാൻ നോക്കുക. ഫിക്സ് ചെയ്തതിന് ശേഷം ക്രോസ് ഇടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ലുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഗിയർ ബോക്സ്. ഇതിൽ നമ്മൾ ക്രോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങിന് വേണ്ടി മാത്രമാണ്. നമ്മൾ 3 വശത്തും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യുന്ന ഫ്ലെക്സ് ക്യൂ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ സ്റ്റെപ്പിൻ്റെ പോർഷനാണ്. സ്റ്റെപ്പിൻ്റെ പോർഷനിൽ നമ്മൾ ക്രോസ് ഇട്ടിട്ടുണ്ട്. അതും ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് സ്റ്റെപ്പിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. നമുക്ക് അത് ഫിക്സ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ 3 വശത്തും അതേപോലെ കാർഡ്ബോർഡ് വെച്ച് ഫിക്സ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ 3 വശത്തും നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിൽവർ പെയിൻറ്റോ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം അതേപോലെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ഇത്ര ഉള്ളൂ. നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.